എല്ലാവർക്കും നമസ്കാരം. കാശ്മീർ സീരീസിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പൂരി ഉണ്ട്, അതിന്റെ കൂടെ കടലക്കറിയും, പിന്നെ ഉള്ളത് കേസരിയാണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നതേ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിന്റെ ടെറസിലാണ്. അപ്പൊ ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയുള്ള ഒരു വ്യൂ എന്താ നിങ്ങളുടെ അടുത്ത് പറയേണ്ട, ഒന്നും പറയാനൊന്നുമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്കൊന്നും ഇവിടെ എത്രയോ വർഷത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഇത്ര മനോഹരമായ സ്നോ കിട്ടുന്നത്. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ആ വരുന്ന വഴിയിലൊക്കെ ഒരു 10 വർഷത്തിന് ശേഷമാണ് ഇത്ര മനോഹരമായ ഒരു സ്നോ കാശ്മീരിൽ ഇങ്ങനെ കിട്ടുന്നതെന്ന്. അപ്പം അതിൻ്റെ ഒരു വലിയ ഭാഗ്യം കൂടെ ഉണ്ടായി. ശരിക്കിത് നമ്മൾ ഒരിക്കലെങ്കിലും ലൈഫിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അത്. എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഞാനിപ്പോൾ ഇവിടെ അനുഭവിക്കുന്നതിൻ്റെ ഒരു 10ലൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പോലും പറ്റൂല. അത്ര മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. പുറത്ത് നിങ്ങളീ കാണുന്ന നല്ല രീതിയിലുള്ള മഞ്ഞ് വീഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്നത് നിഷാദ് ഗാർഡനിലോട്ടാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള കാശ്മീരിലെ മനോഹരമായൊരു പൂന്തോട്ടാണ് നിഷാദ് ഗാർഡൻ. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ അടുത്ത് തന്നെയായിട്ട് ഒരു കുഞ്ഞു കുന്നിൻ്റെ മുകളിലോട്ട് കയറി പോകുന്ന ശങ്കരാചാര്യ ക്ഷേത്രമുണ്ട്. പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു, അവിടെ പോവാന്നായിരുന്നു. പക്ഷേ ഇപ്പം അതിശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്കുള്ള റോഡ് എന്ന് പറയുന്നത് നല്ല സ്ലിപ്പറിയാണ്. നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറി പോകാൻ ഇപ്പം സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മളൊരു 7 കിലോമീറ്ററോളം നമ്മൾ ഈ നടന്നു പോകണം. അതും ഈ ഒരു മഞ്ഞ് വീഴ്ചയിൽ അത്ര നല്ലൊരു കാര്യം അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിപ്പോൾ സ്കിപ്പ് ചെയ്തതാണ്. എന്നിട്ടാണ് നമ്മളിപ്പം നിഷാദ് ഗാർഡൻ ചൂസ് ചെയ്തത്. നിഷാദ് ഗാർഡൻ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ പ്രസിദ്ധമായിട്ടുള്ളൊരു മസ്ജിദ് ഉണ്ട്. ആ മസ്ജിദ് കൂടെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതായത് സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് ആ ഒരു മനോഹരമായിട്ടുള്ള ഗാർഡൻ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളെ സ്നോ വീഴുന്ന നോക്ക്, ഹെവി സ്നോഫോളാ. ഈ ഒരു മരത്തിലൊക്കെ കണ്ടോ, മൊത്തം മഞ്ഞ് വീണിട്ട്. അയ്യോ, നമുക്കിനി അവരൊക്കെ പോയി കൂടെയുള്ളവരെ. ഇതൊക്കെ സൈക്കിള് റെൻറ്റിന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും അത് നടക്കില്ല. ഇത് സൈക്കിളിൻ്റെ ട്രാക്കാണ് ഇവിടെ കാണുന്നതൊക്കെ. ഈ ഒരു ഓട്ടോൻ്റെ മുകളിലൊക്കെ നോക്ക്, സ്നോ വീണിട്ട്. ഇവിടെ മൊത്തം നല്ല മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ ആർമി ഓഫീസേഴ്സ് ഉണ്ട്. ഉണ്ടോ ആർമി ഓഫീസേഴ്സ്? നമ്മളൊക്കെ ഇവിടെ എൻജോയ് ചെയ്യാനല്ലേ വന്നത്. ഇവരൊക്കെ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, ശരിക്കും ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കാശ്മീർ ശരിക്കും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എന്നേ പാകിസ്ഥാൻ കൊണ്ടുപോയിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ അവരൊക്കെ സെല്യൂട്ട് ചെയ്യണം. ശരിക്കും നമ്മൾ ഉള്ളിൽ നിന്ന് സെല്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് അവരൊക്കെ. തണുപ്പുണ്ട് നല്ല. ആ ഒരു സൈക്കിൾ ട്രാക്കാണ് അത്. ഇവിടെ നിന്ന് നമുക്ക് സൈക്കിൾ റെൻ്റ് എടുത്തിട്ട് ഇതുവഴി ഓടിക്കാൻ പറ്റും. ഇതുണ്ടോ നമ്മുടെ ശിക്കാരയുടെ മിനിയേച്ചർ. നമ്മളിതാ ഇപ്പോൾ മുഗൾ ഗാർഡനിലാണ് ഇവിടെയുള്ള. നല്ല സ്നോഫോൾ ഉണ്ട്. ആ ഭാഗത്ത് നിന്ന് വെയിലടിക്കുന്നോണ്ടേ ഈ ഭാഗം ഇരുടാണ്. ഉണ്ടോ, നല്ല സ്നോ വീണുകൊണ്ടിരിക്കുക. നമുക്ക് സ്നോയിലൂടെ ഒന്ന് നടക്കാം. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ സ്നോ വീണ് കിടക്കുന്നുണ്ടോ.
ഇത് മരത്തിലൊക്കെ കണ്ടു. കുറച്ച് എടുത്ത് കാണിച്ചു തരാം. കയ്യിൽ നല്ല മഞ്ഞ്. ഇവരൊക്കെ നമ്മളിവിടെ ഉള്ള തന്നെ. ഹൈയല്ലേ? ഹൈയല്ലേ? അതെ, ലെൻസിൻ്റെ അകത്ത് സ്നോ വീണിട്ട് ബ്ലറാവുന്നു. അതാണ് സംഭവം. നമ്മുടെ പിള്ളേരിലൂടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലേ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയതാ. അടിപൊളി. അടിപൊളിയല്ലേ? ഇങ്ങനെ കിടക്കുന്നതാണ് വന്ന് എന്ത് രസാ. അങ്ങോട്ട് കാട്ടണം അല്ലേ? കണ്ടോ, ഇത് കൊണ്ട് തന്നെ ഓൾറെഡി വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഉണ്ട്. പേരെന്താ വ്ളോഗിന്റെ? മൈൽസ് ആൻഡ് മൺസൂൺ. യൂട്യൂബ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നേരെ ഉള്ളിലോട്ട് പോവാം. അവിടെ ഉള്ളിലെന്താ നോക്കാം നമുക്ക് പോയിട്ട്. വെയിലൊട്ടും ഇല്ലാത്തോണ്ടേ വ്യൂ കുറവായിരിക്കും. നമുക്കിനി അകത്തോട്ട് പോവാം. ഇതുവഴി മുകളിലോട്ട് പോവാം. ഈ ഒരു ഗാർഡന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ ഈ ഗാർഡന്റെ പേര് നിഷാദ് ഗാർഡൻ ഞാൻ പറഞ്ഞല്ലോ. നിഷാദ് ഗാർഡൻ എന്ന് വെച്ചാൽ സന്തോഷത്തിന്റെ പൂന്തോട്ടം അല്ലെങ്കിൽ ആനന്ദത്തിന്റെ പൂന്തോട്ടം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതുപോലെ മുഗൾ ഗാർഡൻ ഇതിനെ വിളിക്കുന്നത് മുഗൾ രാജാക്കന്മാരാണ് ഈ ഒരു ഗാർഡൻ നിർമ്മിക്കുന്നത്. 1633 ഈ ഒരു ഗാർഡന്റെ നിർമ്മാണം പൂർത്തിയാവുന്നത്. നൂർജഹാന്റെ മൂത്ത സഹോദരനായിട്ടുള്ള ആസിഫ് ഖാനാണ് ഈ ഒരു ഗാർഡൻ ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ശ്രീനഗറിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്ന ഒരു ഗാർഡനാണിത്. ഈ ടൈമല്ല, നമ്മുടെ പൂക്കളൊക്കെ വിരിയുന്ന സമയത്ത് ഇവിടെ വന്നാലാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി കിട്ടുക. ഇപ്പം ഈ മഞ്ഞ് വീണ് കിടക്കുന്ന ഭംഗിയെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുള്ളൂ. പേർഷ്യൻ ഉദ്യാനങ്ങളുടെയൊക്കെ ഒരു മാതൃകയിലാണ് ആസിഫ് ഖാൻ ഈ ഒരു പൂന്തോട്ടം നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഷാജഹാനും ആസിഫ് ഖാനും തമ്മിലുള്ള ഒരു അസൂയൻ്റെ ഒരു കഥയൊക്കെ ഈ ഒരു പൂന്തോട്ടമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വേറൊരു പ്രത്യേകത, മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ആലംഗീർ രണ്ടാമൻ്റെ മകള്, അതായത് ജഹന്തർ ഷാ ചക്രവർത്തിയുടെ ചെറുമകളായിരുന്ന മുഗൾ രാജകുമാരിയായിരുന്ന സുഹറയ ബീഗത്തിനെ ഈ ഉദ്യാനത്തിൽ തന്നെയാണ് അടക്കം ചെയ്തത്. ആ ഒരു ഖബർ എവിടെയോ ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്കത് കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ളൊരു ഉദ്യാനമാണിത്. ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ആ സമയത്ത്
തുളിപ്പ് ടൈമിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം, അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി. അങ്ങനെ നമ്മളവിടെ മുഗൾ ഗാർഡനിന്ന് ഇപ്പോൾ പുറത്തോട്ട് വന്നത്, അവിടെ ആയിട്ടാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഇവിടെ അടുത്തൊരു മസ്ജിദ് ഉണ്ട്, അങ്ങോട്ടേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പിന്നെ അവിടെ ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത വലിയൊരു നഷ്ടമായിപ്പോയി. കാരണം അവിടുന്ന് നമുക്ക് ഈ ദാലിലേക്ക് മൊത്തം ഒരു ശ്രീനഗറിൻ്റെ ഒരു 360 വ്യൂ കിട്ടുമായിരുന്നു. ഇനി അത് കിട്ടൂല. അപ്പോൾ പിന്നെ ക്ഷേത്രവും കാണാൻ പറ്റിയില്ലല്ലോ. പിന്നെ ഒരിക്കൽ വരുമ്പം പോകാൻ പറ്റുമോ നോക്കാം. ഇനിയുള്ള ദിവസമൊന്നും പോകാൻ പറ്റും തോന്നുന്നില്ല. നമ്മളീ പോകുന്നത് ഹസ്രത്ത് ബൽ ദർഗ എന്നറിയപ്പെടുന്ന ഒരു മസ്ജിദിലോട്ടാണ്. അതായത് അതൊരു സൂഫി ദർഗയുമാണ്, ഒപ്പം ഒരു മസ്ജിദ് കൂടിയാണ്. ഇവിടെ കാശ്മീരിൽ അല്ലെങ്കിൽ ശ്രീനഗറിൽ ഈ ഒരു ദാൽ ലേക്കിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ ഇസ്ലാമിക മതസ്ഥാനാണ് നമ്മൾ ഈ പോകുന്ന ദർഗ എന്ന് പറയുന്നത്. ഈ പോകുന്ന വഴിയിലൊക്കെ കണ്ടോ, ഇപ്പോഴും നല്ല രീതിയിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റാണ്ടായി പോയതും ഇത്തരത്തിൽ മഞ്ഞ് വീഴുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഹസ്രത്ത് ബാൽ എന്നാണ് ഈ ഒരു മസ്ജിദിൻ്റെ പേര് എന്ന്. ഹസ്രത്ത് എന്ന് പറയുന്നത് ഒരു അറബി പദമാണ്, അതിൻ്റെ അർത്ഥം ബഹുമാനിക്കപ്പെടുന്ന എന്നാണ്. ബാൽ എന്ന് പറയുന്നത് ഒരു കാശ്മീരി പദമാണ്, അതിൻ്റെ അർത്ഥം സ്ഥലം എന്നാണ്. അപ്പം ബഹുമാനിക്കപ്പെടുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് ഹസ്രത്ത് ബാൽ എന്നുള്ള പേര് വന്നത്. ഈ ഒരു മസ്ജിദ് 1634 നിർമ്മിച്ചതാണ് കേട്ടോ. അത്രയും പഴക്കമുണ്ട് ഈ ഒരു മസ്ജിദിന്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ മുടിയഴിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മോയി ഇ മുഖദാസ് ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മസ്ജിദിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നാൽ ഇഷ്ടം പോലെ പക്ഷികൾക്ക്, അത് ഇവർ തന്നെ ഭക്ഷണം കൊടുക്കുന്ന കേട്ടോ. ഇങ്ങനെ ഇവിടുന്ന് ഈ പറയുന്ന മൈനകൾക്കും പ്രാവുകൾക്കൊക്കെ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനായത്ത് ബീഗത്തിൻ്റെ രക്ഷകർത്തൃത്വത്തിലാണ് ഈ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നത്. ഇസ്ലാമിക പ്രവാചകനായിരുന്ന മുഹമ്മദ് നബിയുടെ പിൻഗാമിയായ സയ്യിദ് അബ്ദുള്ള മദനിയാണ് ഈ ഒരു തിരുശേഷിപ്പ് ആദ്യമായിട്ട് കാശ്മീരിലോട്ട് കൊണ്ടുവന്നതെന്നാണ് ചരിത്രം പറയുന്നത്. 1635 അബ്ദുള്ള മദനി മദീന വിട്ടിട്ട് ദക്ഷിണേന്ത്യയിലെ ബീജാപൂരിൽ സ്ഥിരതാമസാക്കി. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ ഒരു തിരുശേഷിപ്പ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സയ്യിദ് ഹമീദിന് കിട്ടി. പിന്നീട് മുഗൾ സാമ്രാജ്യമൊക്കെ വന്ന ശേഷം തൻ്റെ എസ്റ്റേറ്റുകളൊക്കെ മുഗൾ രാജാക്കന്മാർ പിടിച്ചെടുത്ത സമയത്ത് ഈ ഒരു തിരുശേഷിപ്പിൻ്റെ സംരക്ഷണം ഒരു കാശ്മീരി വ്യാപാരിയായിട്ടുള്ള ഖ്വാജ നൂറുദ്ദീൻ ഇഷാക്കി അദ്ദേഹം കൈമാറി. അങ്ങനെ ആണ് പല കൈമാറ്റമൊക്കെ ചെയ്യപ്പെട്ട് ആ ഒരു തിരുശേഷിപ്പ് ഈ ഒരു മസ്ജിദിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിക്കുന്നത്. അതുപോലെ ഈ ഒരു മസ്ജിദിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് ആഹാര സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരുപാട് കടകൾ കാണാൻ പറ്റും. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് സ്പൈസി ഐറ്റംസ് ഉണ്ട്, മധുര ഇഷ്ടപ്പെടുന്നവർക്ക് മധുര ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള കാശ്മീരി വിഭവങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്ന പോലെ അവരിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിനി ശ്രീനഗറിൽ വരുമ്പം ഈ ഒരു സ്ഥലം മറന്നുകൊണ്ട, ഹസ്രത്ത് ബാൽ മസ്ജിദിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇതേപോലെയുള്ള നിരവധി കടകളുണ്ട്. ഒരുപാട് ഐറ്റംസ് ഇവരിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് പൂരി ഹൽവ എന്നറിയപ്പെടുന്ന സാധനമാട്ടോ. ഈ പൂരിയും അതിൻ്റെ കൂടെ നമ്മുടെ കേസരി പോലത്തെ ഹൽവ കിട്ടും, അതുകൂടി മിക്സ് ചെയ്താൽ കഴിക്കേണ്ടത്.
ഇതാണ് സംഭവം. അവരിങ്ങനെ മുറിച്ചാണ് നമുക്ക് തരിക. അപ്പം ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കണം. പൂരി ഹൽവ. ഇവിടെ കാശ്മീരിൽ 5 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് റെസിപ്പി പറഞ്ഞു കൊടുക്കാത്ത ഒരു ഐറ്റം ഉണ്ട്. എന്താണെന്നല്ലേ, നമുക്ക് അവിടെ പോയിട്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല മഞ്ഞ്, അതുകൊണ്ടാണ് ഇത് ഇട്ടത്. അപ്പോൾ അത്രയും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പുള്ളി പറഞ്ഞു കൊടുക്കാത്ത ഒരു റെസിപ്പിയാണ്. ആ സംഭവം നമുക്കൊന്ന് പോയിട്ട് ട്രൈ ചെയ്താലോ? ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് നടന്നു പോയിട്ട് ആ സംഭവം എന്താണെന്നൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ഇതാണ് ഈ ഒരു ഷോപ്പ്. എന്താണ് ഐറ്റം എന്നല്ലേ, അതാണ് നിങ്ങൾ ഈ കാണുന്നത്, വാൽനട്ട് ഫഡ്ജ്. അപ്പം പലർക്കും ഈ ഒരു പേര് പരിചയം ഉണ്ടാവും. നിങ്ങൾ പല റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ശ്രീനഗറിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് വാൽനട്ട് ഫഡ്ജ് കിട്ടും. പക്ഷേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാൽനട്ട് ഫഡ്ജ് കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു മൂൺലൈറ്റ് എന്ന് പറയുന്ന കട. അതുപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ അയച്ചു തരും. ഇവരുടെ ഡീറ്റെയിൽസ് മൂൺലൈറ്റ് വാൽനട്ട് ഫഡ്ജ് എന്നൊന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സൈറ്റ് കിട്ടും. അതിൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് കഴിക്കാനൊക്കെ പറ്റും. ടേസ്റ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ടേസ്റ്റുള്ള ഒരു ഐറ്റം നിങ്ങൾ ലൈഫിൽ കഴിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പ്. അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീണ്ടും നമ്മുടെ ഹോട്ടലിലെത്തി. ഇപ്പോഴും നല്ല സ്നോഫോൾ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ നല്ല ക്ഷീണമായിരുന്നു. ഇനിയിപ്പം പരിപാടി നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പം ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം. ഇനി അങ്ങോട്ട് കാശ്മീരിലെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പം മറ്റൊരു ദിവസം കാശ്മീരിലെ മനോഹരമായ യാത്രകളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.